എന്തായാലും ഒരു 3-4 ദിവസമായിട്ട് നമ്മളെ സ്വന്തം പെരയിലാണ് ഇപ്പൊ ഉള്ളത്. നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോന്നിക്കണത്. വീഡിയോ ഇട്ടിട്ടൊക്കെ ഇപ്പൊ കുറച്ച് ദിവസമായിക്കണത്, 4 ദിവസം കഴിഞ്ഞു എന്ന് വെച്ച് തോന്നണത്. എന്തായാലും അവിടുന്ന് പോരുന്നൊരു വിവരം ഒറ്റക്കാണ് പോകുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. പെട്ടെന്ന് വെച്ച് സുഖമില്ലാന്ന് കണ്ടപ്പോ തടി കൊണ്ട് വെജാന്ന് തോന്നിയപ്പോ പോകുന്നതാണ്. നമുക്കതാണല്ലോ നല്ലത്. നമ്മളമ്മമാരൊക്കെ ഉണ്ടാവുമ്പോ കൂടെ പുറപ്പോളുണ്ടാവുമ്പോ തടി കൊണ്ട് വെജാന്ന് തോന്നുമ്പോ അവനവന്റെ പെരയാണ് എപ്പോഴും നല്ലത്. ഒഴിഞ്ഞൊന്ന് ഇരിക്കണമെങ്കിൽ ഒന്ന് കിടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ അവിടെ ഇരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു പണി ഉണ്ടാക്കും. കുട്ടികൾക്ക് വെച്ചുണ്ടാക്കലും അവിടെ ആക്കി വെച്ചാലും അതാവുമ്പോ നമുക്ക് തടിക്ക് പരിക്കന്നെയാണ്. വെജാന്ന് തോന്നുമ്പോ അവനവന്റെ പെരയാണ് എപ്പോഴും നല്ലത് വെച്ച് തോന്നിയിരിക്കണത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാന് 4 ദിവസം മുന്നെയാണ് പോന്നിക്കണത്, കുട്ടികളൊന്നും കൊണ്ടുവരാതെ. പോന്നപ്പോ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിക്കണം കേട്ടോ, കാരണം പറയാതെക്കാൻ പറ്റൂല. ഹായ് ഹലോ ചങ്ങായിമാരെ, മലപ്പുറം കിച്ചൺ എന്ന് പറയുന്ന ചാനലിൽ മലപ്പുറം താത്ത എന്ന് വിളിക്കുന്ന ലൈല താത്തയുടെ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എനിക്ക് ഷെയർ ചെയ്യപ്പെട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഒരു 4 ദിവസം മുമ്പാണ് ഇവർ ചെയ്തൊരു വീഡിയോയെ ചില റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അങ്ങനെ വലിയ സീരിയസ് ആയ വിഷയമല്ല ഇവർ റിയാക്ട് ചെയ്തേക്കണമെന്ന് കണ്ടപ്പോഴും ഞാനത് ഒരു കണ്ടന്റായിട്ട് എടുത്തില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇങ്ങനത്തെ വിഷയങ്ങൾ ഞാൻ എടുക്കാറില്ല. അങ്ങനെ ഇരിക്കണേ ഇന്നും ഇതേ വിഷയത്തിൽ മറ്റൊരു വീഡിയോ കൂടി ഷെയർ ചെയ്ത് കണ്ടപ്പോഴാണ് ഞാൻ ഈ വിഷയം എന്താണെന്ന് കൃത്യമായിട്ട് നോക്കുന്നത്. നമുക്കറിയാം, ഈ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ പറയും, ഈ പറയുന്ന മെയ് 1 തൊഴിലാളി ദിനത്തിന് പോലും ലീവില്ലാത്തവരാണ് സ്ത്രീകളെന്ന്. കാരണം അവർക്ക് എന്ത് അസുഖം വന്നാലും, എന്ത് പ്രയാസം വന്നാലും, എന്ത് വിഷമം വന്നാലും അവർ ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന രീതിയിൽ തന്നെ ഈ കുടുംബം നോക്കലും കാര്യങ്ങൾ നോക്കലും ഒക്കെ അവർ ചെയ്യണം. അതിപ്പോൾ തല അറ്റുപോയാൽ പോലും അവർ ചെയ്യേണ്ട കടമകൾ ചെയ്യണം എന്ന രീതിയിലാണ് സ്ത്രീകളെ കണക്കാക്കുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന വനിതാ ദിനത്തിലൊക്കെ ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നിരവധി. അതിന് ഒരുപാട് ലൈക്കും കിട്ടാറുണ്ട്. അമ്മ സ്നേഹം, അതേപോലെ തന്നെ ആൻറ്റി സ്നേഹം, ചേച്ചി സ്നേഹം ഒക്കെ അതിൻ്റെ അടിയിലും കാണാറുണ്ട്. അപ്പോൾ ഇതേ ഒരു വിഷയത്തിലാണ് ഈ ലൈലത്താത്ത സംസാരിച്ചിരിക്കുന്നത്. 4 ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടുള്ള പകരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കണം വയ്യാത്തത് കൊണ്ട്. വീട്ടിലാണെങ്കിൽ ഒരു റെസ്റ്റ് ഒന്നും ഉണ്ടായില്ല. നമുക്ക് ശാരീരികമായിട്ടുള്ള വയ്യായ്കയാണെങ്കിൽ പോലും വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ശാരീരികമായിട്ട് ക്ഷീണിക്കുകയുള്ളൂ, കാരണം റെസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ സ്വന്തം വീട്ടിൽ വന്നു. സ്വന്തം വീട്ടിലാകുമ്പോൾ വയ്യാത്തത് കൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കാൻ വീട്ടുകാർ സമ്മതിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ടാണ് വീട്ടിൽ വന്നിരിക്കുന്നത്. ഈ വിഷയം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവരൊരു ഫാമിലി വ്ളോഗറാണ്. അപ്പോൾ ഇവരുടെ ദിനചര്യകൾ ഇവർ കൃത്യമായിട്ട് വീഡിയോ കൂടി പകർത്താറുണ്ട്. നല്ലതും ചീത്തയുമായിട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ പകർത്തുന്നു. ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയത്, നമ്മുടെ നാട്ടിൽ കേരളത്തിലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ മഫ്തായിട്ട് വീഡിയോ ചെയ്താൽ പോലും കുറ്റം പറയുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഇവർ മുഖം മൊത്തമായിട്ട് മൂടിയിട്ട് വീഡിയോ ചെയ്യുന്നത്. നല്ല മാന്യമായിട്ടുള്ള വീഡിയോസാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയാണ് ചിലർ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത്. 4 വർഷത്തോളമായിട്ട് ഇവർ ഈ പറയുന്ന വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ഫാമിലിയിലുള്ള വിഷയങ്ങൾ, ഇവരോട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവരെ ചാനലിൽ കൂടി ചെയ്യുന്നത്. എന്നാൽ ഈ 4 വർഷം കൊണ്ട് തന്നെ ഇവർ 3 ലക്ഷത്തോളം സബ്സ്ക്രൈബർ ഉണ്ടാക്കി കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവരെ ചാനലിലെ വീഡിയോസ് മൂവ് ആവുന്നുണ്ട്. ഇത് കണ്ടിട്ടുള്ള ചില കുരുപൊട്ടലാണോ എന്ന് എനിക്കറിയില്ല. ഇവർ പറഞ്ഞ, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല, ആ ഒരു ഭാഗം എടുത്തിട്ടാണ് പലരും ഇവരെ റിയാക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഞങ്ങളുടെ മിസ്റ്റർ STK അങ്ങനെ പറഞ്ഞൊരു ചാനലിൽ ആ ചങ്ങാതി ആദ്യം തന്നെ ഇവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അത് കണ്ടു നോക്കാം. അതിനുശേഷം മലപ്പുറം റിഫ എന്ന് പറയുന്ന ഒരു ലേഡി ഇവരെ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്നതും ഇവരെടുത്ത് വെച്ചിരിക്കുന്ന വിഷയം ഇത് തന്നെയാണ്. ഈ പറയുന്ന തെറ്റായ മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നു എന്നാണ്. എന്നാൽ എന്താണ് ഈ തെറ്റായ മെസ്സേജ് എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന താത്ത എന്ന് വെച്ചാൽ റിഫ എന്ന് പറയുന്ന മലപ്പുറം റിഫ എന്ന് പറയുന്ന ചാനലിലെ താത്തയും പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന ലൈല താത്ത തെറ്റായ മെസ്സേജാണ് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിരിക്കുന്നതെന്നും പിന്നെ അവർക്കെതിരെ അങ്ങനെ ഒരു തെറ്റായ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു. അതിനടിയിൽ ഈ പറയുന്ന മലപ്പുറം റിഫ എന്ന് പറയുന്ന താത്താക്ക് കുറെ കമന്റുകൾ വന്നപ്പോൾ ഈ കമന്റൊക്കെ ലൈലത്താത്തയുടെ ആർമിയും കൂടി ഇവർക്ക് നെഗറ്റീവായ കമന്റ് കൊടുത്തതാണെന്നും പറഞ്ഞിട്ട് അതിന്റെ റിയാക്ഷനുമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ മറ്റൊരു വീഡിയോയിൽ ചില ക്ലിപ്പുകൾ കാണുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് മിസ്റ്റർ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ചങ്ങായില്ല, അഥവാ മിസ്റ്റർ STK എന്ന് പറയുന്ന ചങ്ങാതിയുടെ ചാനലിൽ ഈ പറയുന്ന ലൈലത്താത്തക്കെതിരെ സംസാരിച്ചിരുന്ന ചില ഭാഗങ്ങളുണ്ട്. അത് നമുക്ക് കണ്ടു നോക്കാം. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചങ്ങാതി ഇപ്പോഴും ആളി 1980 നിന്നൊന്നും ബസ് പിടിച്ച് ഈ 24ലേക്ക് എത്താത്ത പോലെ എനിക്ക് തോന്നിയിരിക്കുന്നു. നാളെ ഡയലോഗും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ. എന്നിരുന്നാൽ പോലും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കേട്ട് നോക്കാം. മലപ്പുറം കിച്ചൺ ലൈല താത്ത ഏകദേശം യൂട്യൂബിലെ 300K മോൾക്ക് ഫോളോവേഴ്സ് ഉണ്ട്. മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു. ഇപ്പോൾ ഫാമിലിയിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ അത്യാവശ്യം യൂട്യൂബിലൊക്കെ റീച്ച് ഉണ്ട്. മാസം ലക്ഷങ്ങൾ വരുമാനമുണ്ട്. ആ വരുമാനം കിട്ടിയത് പ്രകാരം ഭർത്താവിൽ നിന്ന് തെറ്റിപ്പോൾ വീട്ടിൽ വന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളിലെ ഒരു ചെറിയ ഭാഗങ്ങൾ മാത്രം പറയുന്നു, ഫുള്ളായിട്ട് പറയുന്നില്ല. ഒരുപാട് ആളുകൾ അത് കാണുന്നു. എന്താണ് പ്രോബ്ലം ആളുകൾക്ക് അറിയാൻ വേണ്ടി താല്പര്യപ്പെടുന്നു.
അങ്ങനെ തുടങ്ങിയിട്ട് 10ഓളം വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സ്ത്രീ ഇങ്ങനെ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ റീച്ച് ആവുക, അത്യാവശ്യം സമ്പാദ്യം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. കാരണം പല ആളുകളും യൂട്യൂബിൽ കോടിക്കണക്കിന് പൈസ യൂട്യൂബ് ഒരു മാസം വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പല ആളുകളും അത് വീഡിയോ ചെയ്ത് പരസ്യം വഴി പലർക്കും കിട്ടുന്നുണ്ട്. ഒക്കെ നല്ല കാര്യം തന്നെയാണ്, അതിൽ മോശമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഇത്ത പണം കൂടിയതിൻ്റെ പേരിൽ സ്വന്തം കൂലിപ്പണിക്കാരനായ ഭർത്താവിന് സ്റ്റാറ്റസ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കാണാൻ ഇടയായി. ഇത്താൻ്റെ വീഡിയോസിലും നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. പണം കൂടിയതിൻ്റെ പണം കൂടിയപ്പോൾ ഈ ചങ്ങാതി വീഡിയോയിൽ ഈ ചങ്ങാതി പറയുന്നത് എന്താണെന്നറിയോ, ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്, പല വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന ലൈലത്താത്ത തൻ്റെ ചാനലിൽ കൂടി തൻ്റെ ഭർത്താവിൻ്റെ സ്റ്റാറ്റസ് ഇല്ലാത്ത കൊണ്ട് ഞാൻ അങ്ങനെ വിട്ടുപോന്നു, ഞാൻ എൻ്റെ മക്കളെ ഞാൻ വിട്ടുപോന്നു, ഞാൻ സൂയിക്കാൻ വേണ്ടി പോയിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവൻ തന്നെ ഇത് തീരുമാനിച്ചേക്കണാണ്, അവരങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അവരതുകൊണ്ടാണ് പോന്നിരിക്കുന്നതെന്ന്. അങ്ങനെ തീരുമാനിക്കാനും മാത്രം അവരോട് എന്തെടുപ്പമാണ് താങ്കൾക്കുള്ളത്? അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് താങ്കൾ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്? സ്വയം മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒരാളെ വിലയിരുത്തുന്നത് എത്രമാത്രം മര്യാദയാണ്? റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം എന്ന് പറഞ്ഞ് ഒരാൾ അങ്ങനെ ആയിരിക്കും എന്ന രീതിയിൽ അഭിപ്രായം പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. കുറച്ചുകൂടി കാര്യം കൊണ്ട് പറയുന്നത് കേട്ടു നോക്കാം. നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. പണം കൂടിയതിൻ്റെ പണം കൂടിയപ്പോൾ ഇത്താൻ്റെ ലൈഫ് സ്റ്റൈൽ മാറി, വീട് മാറ്റി സ്വന്തം വീട്ടിലേക്ക് പോരേണ്ടി വന്നു, കാറെടുത്തു, ഡ്രൈവിംഗ് പഠിച്ചു, അത്യാവശ്യം ഒരു റിച്ച് ആയപ്പോൾ എല്ലാം മറന്നുകൊണ്ട് ഒരു ലക്സറി ലൈഫിലേക്ക് മാറി എന്നാണ് പല ചാനലുകളും ഞാൻ കാണാനിടയായത്. അപ്പം അങ്ങനെ താത്ത വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു വീഡിയോ ചെയ്തു. കേട്ടില്ലേ, ഈ താത്ത കാറ് മേടിച്ചു, കുഴപ്പമില്ല, ഒരു 4 വർഷം കൊണ്ട് അവർ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ, കഷ്ടപ്പാടാണ് സത്യം പറഞ്ഞാൽ. ഇത് വെറുതെ ഒന്നുമല്ല. ഇവർ ഈ വീഡിയോ ചെയ്യുന്നവർക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരും. ഇവരെ ലൈഫിൽ, ഇവരെ ഫാമിലി, ഇവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ വീഡിയോ ആയിട്ട് പകർത്തുന്നത്. അല്ല താങ്കളെ പോലെ എന്നെ പോലെയോ മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് കുറ്റം പറയുകയല്ല. ഇവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ ഇവർ എക്സ്പ്ലോർ ചെയ്യുന്നു, അതുകൊണ്ട് ഇവർ റീച്ച് ചെയ്യുന്നു, അതുകൊണ്ട് ഇവർ പണം ഉണ്ടാക്കുന്നു. ആ പണം വെച്ചിട്ട് ഇവർ അടിച്ചു പൊളിക്കുന്നു. എന്തോ ചെയ്യട്ടെ, കാറ് മേടിക്കട്ടെ, വീട് മേടിക്കട്ടെ, ഇനി അമേരിക്കയിലേക്ക് ടൂർ പോട്ടെ, അതൊക്കെ അവർ ഇഷ്ടമാണ്. അതിനൊക്കെ കണ്ണുകടി കൊണ്ടിട്ട് അവരെ കുറ്റപ്പെടുത്തുന്നത്. ഇവർ ഏതെങ്കിലും വീഡിയോയിൽ മാന്യമല്ലാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്ത് കണ്ടിട്ടുള്ളൂ? ഇവരുടെ ലൈഫിൽ ഇപ്പം എല്ലാ ഭർത്താക്കന്മാരും എല്ലാ ഭാര്യമാരെ ഈ സിനിമയെ കാണുന്ന പോലെ തന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മമ്പേക്ക് ഐ ലവ് യു പറയുകയും അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അവരെ എല്ലാ ഫുൾ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നടക്കുന്നവരൊന്നും ആയിരിക്കില്ല. ചിലവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല. ചില രീതിയിൽ ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞ കൂലിപ്പടിക്കാരനാണ്, ഓരോ ദിവസത്തെ അന്നത്തിന് വേണ്ടി ഓടുന്ന വ്യക്തിയായിരിക്കുള്ളൂ. അപ്പം ആ വ്യക്തിക്ക് അത്രത്തോളം ആ രീതിയിലുള്ള ഒരു മറട്ട് സ്വഭാവം ഉണ്ടാവും. ചിലപ്പോൾ ആ സ്വഭാവത്തെക്കുറിച്ചും ഇവർ ചിലപ്പോൾ ഇവരുടെ ചാനലിൽ കൂടി പറഞ്ഞിട്ടുണ്ടാവും. എന്നും പറഞ്ഞിട്ട് ഇവർ ഈ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയി എന്നാണോ പറയുന്നത്? അല്ല, ആ രീതിയിൽ ചിന്തിക്കാനോ ആ രീതിയിൽ മനസ്സിലാക്കാനോ വേണ്ടി ഇവരെ ചാനലൊന്നും പറഞ്ഞിട്ടില്ല. ഭർത്താവിനായിട്ടുള്ള ചില ചീർച്ചകളെ കുറിച്ച് ഇവർ ചാനലിൽ കൂടി പറയുന്നുണ്ട്. ഇവർ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇവരെ ആരോഗ്യ പ്രശ്നം കാരണം സ്വന്തം വീട്ടിൽ പോകുന്നു. ഈ പറയുന്ന കെട്ടിയോൻ്റെ കൂടെയോ അല്ലെങ്കിൽ ആ വീട്ടിലോ നിന്ന് കഴിഞ്ഞാൽ അത് നിൽക്കുന്ന സമയത്ത് തനിക്ക് ആരോഗ്യം നോക്കാൻ കഴിയുന്നില്ല, ഒരു സ്വസ്ഥ സമാധാനമോ റെസ്റ്റോ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ റെസ്റ്റ് കിട്ടുന്ന എവിടെയോ അവിടെ പോയി അതേ മാത്രം പറഞ്ഞിട്ടുള്ളൂ. അതിനാണ് ഇത്രത്തോളം ഇവർക്കെതിരെ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ ഞാൻ പിന്നെ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ മലപ്പുറം റിഫ എന്ന് പറയുന്ന ചാനലിൽ വന്നേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. എന്നിരുന്നാലും അവർ ചെയ്ത വീഡിയോയിന് ശേഷം അവർക്ക് അതിൽ വന്ന കമൻറ്റുകൾക്കുള്ള മറുപടി ആയിട്ട് ഇവർ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതും ഇവർ ചെയ്യുന്ന വീഡിയോ കാണുമ്പോൾ എനിക്ക് അതിനേക്കാളേറെ ചിരിയാണ് വരുന്നത്. ഇവർക്ക് ആര് വേണമെങ്കിൽ റിയാക്ട് ചെയ്യാം, പകരം ഇവർക്ക് വന്ന കമൻറ്റുകൾ കണ്ടപ്പോൾ ഇവർക്കത് പറ്റിയില്ല. അതേ ഇവിടുത്തെ ന്യായമാണ്. നിങ്ങൾ ഒരാൾ ചെയ്ത വീഡിയോസിന് റിയാക്ഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് വരുന്ന കമൻറ്റുകൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. നിങ്ങൾ അവരോട് പറയേണ്ടത് നിങ്ങൾ ചെയ്ത വീഡിയോസ് ഞങ്ങൾ റിയാക്ട് ചെയ്തു, നിങ്ങൾ സോഷ്യൽ മീഡിയ ഇട്ടുകൊണ്ടല്ല ഞങ്ങൾ റിയാക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ അനുഭവിക്കണം എന്ന് ഈ പറഞ്ഞ ലൈലത്താത്താനോട് പറയുന്ന ഈ താത്ത തന്നെയാണ് ഇവർക്ക് വന്ന കമൻറ്റുകൾ കണ്ടിട്ട് വിഷമമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തിനും കമൻറ്റ് ഇടും, അതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന രീതിയിൽ അതിന് മറുപടിയായിട്ട് വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ആ താത്താൻ്റെ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കാം. പോലീസ് ആയാലും സെക്രട്ടറി ആയാലും ആർക്കും പിന്നെന്താണ് നമുക്ക് പറഞ്ഞാല് ഒരു വീഡിയോ എടുത്തിട്ട് ആ സബ്ജക്ട് ഒന്നും ഇങ്ങനെ ആക്കി പറഞ്ഞാലാണ് ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആയിട്ട് കൂട്ടുന്നത്. നമുക്ക് നോ പ്രോബ്ലം, ഇതൊരു കണ്ടന്റ് കിട്ടിയെന്നുള്ളൂ. ഇനി വരുന്നതിന് ഇനി കണ്ടന്റ് നമ്മൾ ചെയ്തുകൊണ്ട് എപ്പിസോഡ് 1, 2, 3, 4 എന്ന് പറയും. 18 ദിവസം പറഞ്ഞാൽ അവിടെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ നമ്മളും പറയും. ആരെ പഠിപ്പിക്കുന്നത്? നമ്മൾ മാന്യ മര്യാദയ്ക്ക് ചെയ്തു. ആ മാന്യ മര്യാദയ്ക്ക് നോർമലായിട്ട് വിട്ടാൽ മതിയായിരുന്നല്ലോ.
വെറുതെ അതിന് പിന്നാലെ കെട്ടി പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ആരും പാര വെക്കാനും ആരും ശത്രുക്കളായിട്ടും മറ്റുള്ള ഇതിലും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ എങ്ങോട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഇതിൽ വന്ന കമന്റുകൾ നമുക്ക് മനസ്സിലായി. ആദ്യമൊക്കെ നമുക്ക് പിന്നെ ഇതായിട്ട് കമന്റ് ബാഡ് കമന്റ് ആയിട്ട് ഫേക്ക് ഐഡിയിൽ നിന്ന് വന്നത് ഇപ്പോൾ ഇതിൽ വന്നു. അപ്പം നമ്മൾ മനസ്സിലായി ഇന്ന ആളാണ് ഇത് ചെയ്ത് വിടുന്നതെന്ന്. വെറുതെ അല്ല അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നത്. പറ്റുമെങ്കിൽ വീഡിയോ ചെയ്തോ, ആരും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങളുടെ അവകാശം, ഇതിന്റെ അവകാശം. അവള് പോയത് അവളെ അവകാശം. അവകാശം ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ എന്റെ അവകാശം. അതെന്താ മനസ്സിലാക്കത്ത്? അവളെ വീട്ടിൽ പോവുക, വരിക, ഭർത്താവിൻ്റെ ഒപ്പം കെടുക്കുക, ഇരിക്കുക, നിൽക്കുക, അതെന്തായാലും വേണ്ടില്ല. സബ്ജക്റ്റ് ഇതിൽ വന്നെന്നുള്ളതാണ്. ഇതിൽ വന്നതിന് ഞങ്ങൾ പ്രതികരിച്ചു. അല്ലാതെ ആള് പോവുക വരെ എന്ത് കാട്ടി നമുക്ക് വിഷയമല്ല. ഇത് റീച്ച് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു. അപ്പം ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിനെ ഇട്ടിറങ്ങിയിട്ട് പോകുന്നെന്ന് ഇതിൽ കൂടെ കാണിച്ച് വീഡിയോയില് പറഞ്ഞത് എന്തിനാ റീച്ച് ഉണ്ടാക്കാനല്ലേ? അത് റീച്ച് ഇല്ലെങ്കിൽ അത് ഉണ്ടേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ എന്തെല്ലാം ഞങ്ങൾ വീട്ടിൽ കഴിയുന്നുണ്ട്. ഓരോ പ്രാവശ്യങ്ങളും ഓരോ സമയത്ത് ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ട്. അല്ലാതെ ഹാപ്പി ഉണ്ടാവുന്നുണ്ട്. നമ്മളെല്ലാം മുന്നിൽ കാണിക്കണ്ടോ? കാണിക്കാനുള്ള കാണിക്കണുള്ളൂ. അതിനാ റീച്ച് ഉണ്ടാവാൻ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ നമുക്ക് പറഞ്ഞുകൂടാന്നാ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഉണ്ടാൻ പാടില്ല. ഇതിൽ മാന്യമായിട്ട് നല്ല രീതിയിലല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഭാര്യ ഭർത്താവ് അകന്ന് നിൽക്കുമ്പോൾ അതിനിടയിൽ ഇബ്ലീസ് കയറും. അത് അകച്ച കൂടെ ഉള്ളൂ. ഇങ്ങനെ 10 പേര് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ഒരു എന്താ പറയാ മൈൻഡ് ഒന്ന് സെറ്റായിട്ട് അത് തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റെങ്കിലോ? അത് ഒന്നുണ്ട്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു പാസ് ചെയ്ത മെസ്സേജ് കറക്റ്റ് അല്ല എന്നാ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അത് പറഞ്ഞാലും ശരിയല്ല. ഇത് വേറൊരാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തെല്ലാം പറയും? ഒരു ചെറിയ മക്കളെ വെച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിൽ ഇട്ടുങ്ങാണ്ട് മക്കളെ ഇട്ടുങ്ങാണ്ട് പോവാ. ഇന്നത്തെ കാലത്ത് എന്തെല്ലാം കേൾക്കുന്നുണ്ട്. ആ ദിയ ഫാത്തിമാന്റെ നോക്കാണ്. പൊന്നുപോലെ നോക്കിയിരുന്നിടത്തുനിന്നാണ് എടുത്തിട്ട് കുട്ടിനെ കൊണ്ടുപോയത്. ഇതേപോലെ കണ്ണ് തെറ്റിയാൽ ഭർത്താക്കന്മാർ എത്ര നേരം മക്കളെ നോക്കിയിരിക്കും? എന്തോ ആവട്ടെ, അപ്പൊ അവർ പോവേ വരെ എന്തോ ആയിക്കോട്ടെ. നമ്മൾ പറഞ്ഞത് ആ സബ്ജക്റ്റാണ്, ഇതിലിട്ടതാണ്. അതിന് ശേഷം അവർ രാത്രി പോയിട്ടുണ്ടായിരിക്കാം, വന്നിട്ടുണ്ടായിരിക്കാം, അല്ല വേറെ എന്തായിട്ടുണ്ടായിരിക്കാം, അല്ല വെറുതെ തമാശ കിട്ടായിരിക്കാം. പക്ഷെ അങ്ങനത്തെ മെസ്സേജ് പാസ് ചെയ്തതിനെ പറ്റിയിട്ട് നമ്മൾ ചെറുതായിട്ട് വീഡിയോ ചെയ്തെന്നുള്ളൂ. താത്താനോട് ചോദിക്കണം, താത്ത ഈ വിദേശത്തൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അല്ല താത്ത ഈ വീഡിയോ തന്നെ പറയുന്നത് ഞാൻ കുറേ നാൾ വിദേശത്തൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഒരുപാട് ജനങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും വണ്ടി കിട്ടിയിട്ടില്ലേ? 2004 സ്ത്രീകൾ എന്ന് പറയുന്ന ഈ പറയുന്ന കുട്ടികളെ നോക്കാനും കുടുംബജോലി മാത്രം ചെയ്യാനുള്ളവരാണ്. ഈ പറയുന്ന ഭർത്താക്കന്മാർ കുട്ടികളെ നോക്കാൻ കഴിയില്ല. കുട്ടികളെ നോക്കി കഴിഞ്ഞാൽ ഈ ഭർത്താക്കന്മാർ കുട്ടികളെ നോക്കിയാൽ കുട്ടികൾ നല്ല രീതിയിൽ ജീവിക്കൂല എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അത് എന്ത് അടിസ്ഥാനത്തിൻ്റെ ഇതിലാണ് പറയുന്നത്? പിന്നെ ഈ പറയുന്ന ലൈലത്താത്ത എപ്പോഴാണ് പറഞ്ഞേക്കണത് എനിക്ക് കുട്ടികളെ വേണ്ടെന്ന്, ഞാൻ കെട്ടിയോന് ഇട്ട് കൊടുത്തേക്കണെന്ന്? അവര് പറഞ്ഞേക്കണം എന്താണ്, കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിന്നപ്പോൾ മക്കളെ കൊണ്ടുവന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഭർത്താവിനെ ഏൽപ്പിച്ചേക്കണത്, അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലെ ചോമാരിക്കോ അല്ല അപ്പുറത്തെ വീട്ടിലെ കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ടില്ല. ജാതി പറഞ്ഞല്ല, ഞാൻ പറഞ്ഞാണ് മറ്റേ നാട്ടുകാർക്കൊന്നും കൊണ്ട് ഏൽപ്പിച്ചിട്ടില്ല. സ്വന്തം ഭർത്താവിനെ ഏൽപ്പിച്ചത് എന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ വാപ്പാനെ ഏൽപ്പിച്ചിട്ടാണ് ഈ താത്താടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അതിന് മാത്രം ഇത്രത്തോളം രോഷാകുലയാകാനും മാത്രം എന്താണ് ചെയ്തത്? പിന്നെ പറയുന്നുണ്ട് ഇവരുടെ വീഡിയോ ഇവർ സോഷ്യൽ മീഡിയ ഇട്ട് അതിനെ റിയാക്ട് ചെയ്തു, അതിനെന്താ പ്രശ്നമെന്ന്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഇട്ട വീഡിയോന് നിങ്ങൾക്ക് കമൻറ്റ് തന്നു. നിങ്ങൾ അവരുടെ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിന് കമൻറ്റ് അടിക്കുന്ന കമൻറ്റ് ഇടുന്നവരുടെ ഇഷ്ടമല്ലേ? അതെന്താ മനസ്സിലാക്കാൻ പറ്റാത്തത്? അതെന്താ പ്രത്യേകിച്ച് നിയമമോ? അവർക്കൊരു നിയമം അല്ലെങ്കിൽ അവർക്കൊരു നീതി, നിങ്ങൾക്കൊരു നിയമം നിങ്ങൾക്കൊരു നീതി. നിങ്ങൾ ചെയ്യുന്നതിന് ആരും എതിർത്ത് പറയാൻ പാടില്ല, നിങ്ങൾ ചെയ്യുന്നതിന് ആരും കമൻറ്റ് ചെയ്യാൻ പാടില്ല. അതെന്ത് മര്യാദയാണ്? വല്ലാത്ത മുതലപ്പാ. അടുത്ത കൂടി കേട്ടോക്കാം. തലെടുക്കോ? അതിന് പറയാം മറ്റൊരാളെ ഭർത്താവിനെ എടുത്തിരുന്ന് എന്തിനൊക്കെ പറയേണ്ട ആവശ്യം? അത് ഇത് തമ്മിൽ ഒരു ബന്ധമില്ല. അത് എടുത്തു കൊടുത്തെങ്കിൽ എന്റെ എന്താ പറയാ എന്റെ തൻ്റെ ഇടം അല്ലെങ്കിൽ എന്റെ കഴിവ് അങ്ങനെ കുട്ടിയാൽ മതി. അത് കണ്ടിട്ട് ഇതേപോലെ കണ്ടിട്ട് ഇതേപോലെ തന്നെ കിട്ടണമെന്ന് ഞാൻ ചിട്ടറിഞ്ഞ് പോയി കഴിഞ്ഞാൽ നടക്കണ കാര്യമാണോ? അത് നടക്കുവോ? ആ അതൊക്കെ ഒരു യോഗമാണോ? അത്ര തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൂട്ടായിക്കാരിക്കാണ്. ഇയാള് ഇപ്പൊ പറയുന്ന ആള് മലപ്പുറത്താണെങ്കിൽ എനിക്ക് ഇതൊന്നല്ല വരില്ല. ഇത് ഈ കളിയൊക്കെ കളിക്കണ്ടല്ലോ. ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ഓപ്പണായിട്ട് കളിക്കും. പറഞ്ഞുതരാം. നമ്മളത്രേ ഉള്ളൂ. നമ്മൾ മര്യാദക്ക് മാന്യമര്യാദക്ക് സൈലന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. നല്ലൊരു ഫാമിലിയാണ്. നമുക്ക് മരക്കളുണ്ട്, മക്കളുണ്ട്. എൻ്റെ അത്രയും എന്നെക്കാളും ഹൈറ്റുള്ള മക്കളുണ്ട് എനിക്ക്, അതിനേക്കാളും ഹൈറ്റുള്ള മരക്കളുണ്ട് എനിക്ക്. മനസ്സിലായില്ലേ? അപ്പം അവരൊക്കെ എനിക്ക് അതേ ലെവലിൽ കൊണ്ടുവരാനും അവരൊക്കെ എന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവ് തന്നെയാണ്. ഇത്തരമുള്ള പിള്ളേരും വെച്ചിട്ട് ജീവിതം പഠിച്ച ആളാണെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. 2 ചെറിയ കുട്ടികളും വെച്ചിട്ട് ജീവിതം എത്രത്തോളം പഠിച്ചിട്ടുണ്ടാവും? ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ വന്നിട്ട് ഇവര് ഒരാൾ ജീവിതം പഠിക്കുന്നത് നോക്കുന്നത് ഈ പറഞ്ഞ ഇവരെക്കാൾ വലിയ മരുമക്കളും ഇവരെക്കാൾ വലിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ജീവിതം പഠിക്കുള്ളൂ എന്ന ലെവലിലാണ് ഈ താത്ത മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞത്, ഇവരെ ഫാമിലിയെ കുറിച്ച് കമൻറ്റ് വന്നപ്പോൾ ഇവർക്ക് അത് കൊണ്ടു. പകരം ഇവർക്ക് മറ്റുള്ളവരുടെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കുന്നത് കുഴപ്പമില്ല.
പിന്നെ മറ്റുള്ളവൻ്റെ ഭർത്താവിനെ ഞാൻ തട്ടിയെടുത്ത എൻ്റെ കഴിവാണ്. അത് കഴിവല്ല, ഒരു കഴിവുകേടാണ്. അതിന് തൊട്ടടുത്ത് നിന്നിട്ട് കൗണ്ടർ അടിക്കുന്ന മറ്റേ ചങ്ങായിനോടൊന്ന് ചോദിക്കണേ, താങ്കൾക്ക് താങ്കളുടെ ഭാര്യയെ എതിർത്ത് സംസാരിക്കാൻ കഴിയില്ല. കാരണം ശരിയാണ്, പ്രായം കൂടിയ ഭാര്യനെ അല്ലെങ്കിൽ പ്രായം കൂടിയ പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്നും പറയില്ല. കാരണം നമ്മുടെ മതത്തിൽ തന്നെ ഖദീജ ബീവിനെ നബി കെട്ടിയപ്പോൾ ഖദീജ ബീവിക്ക് വയസ്സ് കൂടുതലായിരുന്നു, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം നമ്മുടെ മതത്തിൽ തന്നെ ഈ പ്രായത്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ മതത്തിൽ പറയുന്നുണ്ട്, മൂത്തവരെ ബഹുമാനിക്കണമെന്ന്. ആ ഒരു ബഹുമാനം കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന ഭർത്താവ് ഇത്താനൊന്നും പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇത്താനെ എതിർക്കാൻ പറ്റൂലല്ലോ. കാരണം എന്താ വെച്ചാൽ മതം പറഞ്ഞിരിക്കുന്നത് എന്താണ്? മുതിർന്നവരെ ബഹുമാനിക്കണമെന്നാണ്. ഇത്തായേക്കാൾ ഇളയതാണ് ഭർത്താവ് എന്നതുകൊണ്ട് തന്നെ ഇത്തനെ ബഹുമാനിച്ച് ഒന്നും പറയാതിരിക്കുന്നു. ഇത്ത പറയുന്നതിന് തലയാട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്കങ്ങനെ ഉണ്ടോ തോന്നി ഇദ്ദേഹം വർത്താനം പറയുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന ഇത് കണ്ടപ്പോൾ എന്ത് പറഞ്ഞാലും ഓക്കെ യെസ് എന്ന ലെവലല്ലാതെ ഒരു കാര്യവും കമാന്ന് മറ്റൊരു രീതിയിൽ സംസാരിക്കുന്നത് കാണുന്നില്ല. പകരം ഇത്തന്നെ ഈ വീഡിയോ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ചാനലുണ്ട്, അദ്ദേഹത്തിന്റെ ചാനലിൽ അദ്ദേഹം ഘോര സംസാരിക്കുന്നുണ്ട്. അതിൽ ഞാൻ പോകാറില്ലെന്ന്. ശരിയാണ്, ഇത്താതി പോയിരുന്ന് സംസാരിക്കുമ്പോൾ പിന്നെ ഇത്തതിൽ പറയുമ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല. റെസ്പെക്ട് ഉണ്ടേ മൂത്തവർക്ക്, അതുകൊണ്ട് തന്നെ ആയിരിക്കുള്ളൂ. ഇനി അടുത്ത കൂടി കേട്ടോ നോക്കാം. എന്തൊക്കെയാണ് പറയുന്നത്? അടിച്ചു മാറ്റാൻ എന്റെ കാണിച്ചു കൊടുത്തിട്ട് അടിച്ചു മാറ്റിയല്ല. അങ്ങനെ ഒരു തോന്നലുണ്ട്. കാണിച്ചു കൊടുത്തിട്ട് അടിച്ചു മാറ്റാനായിട്ട് നടക്കണവർ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇവിടെ കാണാതെ ഇവിടെ മാത്രം ഓപ്പൺ ആക്കി കൊടുത്തിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. വീഡിയോയിൽ എന്താ ഇങ്ങനെ നിൽക്കണ്ടായിരിക്കാം. അതുപോലെ എവിടെ എങ്ങനെ ഉണ്ടെങ്കിലും അത് കാണിക്കുന്നുണ്ട്. അല്ലാതെ കാണിക്കേണ്ട ഭാഗങ്ങൾ അല്ലാത്ത ഭാഗം കാണിച്ചിട്ടല്ല കാണിക്കുന്നത്, മൊത്തത്തിലാണ് കാണിക്കുന്നത്. ബാക്കും ഫ്രണ്ടും മാത്രം കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നില്ല. എവിടെ ഫോക്കസ് ചെയ്യുന്നത് ക്യാമറ, ആ ഭാഗമാണ് ആൾക്കാർ നോക്കുക. പിന്നെ ആ വോയിസും കൂടെ വരും. ആരും കൂടെ പോവും. നമ്മളതല്ല, നമ്മളത് തള്ളാണെങ്കിൽ തള്ളായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അതിന് വർത്തമാനം പറഞ്ഞു നമ്മളെ സൗണ്ടിന്. അപ്പം ഇത് സൗണ്ട് ആണെങ്കിൽ ഈ സൗണ്ട് അവർ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫേസാണ് നോക്കുക. പറ്റാത്തതാണ് അവർ വിട്ട് കളിയും. ഇത് നമ്മൾ പറ്റുന്ന ഭാഗങ്ങൾ ക്യാമറ അറ്റാച്ച് ചെയ്തിട്ട് നമ്മളെ വോയിസ് ആണ് കൊടുക്കുമ്പോൾ അവിടെയാണ് അവർ ശ്രദ്ധിക്കുക. അതെങ്കിലും കണ്ടിട്ട് സംതൃപ്തി ആവട്ടെ വെച്ചിട്ട്. ആരോടാ പറയുന്നത്? നമ്മൾ വേണ്ട എന്ന് വെക്കുന്നതോറും കൂടി വരിക. ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ എത്ര വീഡിയോ ഞാൻ ചെയ്യട്ടോ. ഭീഷണി ഞാനതെ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ ഇങ്ങനെ ഓരോ പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ലളിതാത്ത ഇതുവരെയായിട്ട് മോശമായ രീതിയിൽ ക്യാമറ ആംഗിളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ കണ്ട ചാനൽ മാറിപ്പോയതാണെന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ ഈ താത്താന്ന് വിളിക്കണ്ട, അതിനെന്തോ 10-36 വയസ്സൊന്നും ആയിട്ടുള്ളതിന്. നിങ്ങളുടെ അത്ര പ്രായമൊന്നുമില്ല. നിങ്ങൾക്ക് താത്താന്ന് വിളിക്കാൻ നിങ്ങളെ തിരിച്ച് വിളിക്കാം. പിന്നെ ഇപ്പോൾ അവർക്കെതിരെ ചെയ്ത വീഡിയോയിൽ കുറച്ച് കമൻറ്റുകൾ വന്നു. അത് അവർ പറഞ്ഞിട്ട്, അഥവാ ഈ ലൈലത്താത്ത പറഞ്ഞിട്ട് അവരുടെ ടീമുകളിട്ട കമൻറ്റുകളാണെന്ന് പറഞ്ഞിട്ട് ഈ രോഷം കാണിക്കുന്നത്. അവർ ലൈലത്താത്തയുടെ ചാനലിൽ വന്നിങ്ങനെ വീഡിയോസ് എടുത്തിട്ട് ഇവർക്ക് ചെയ്യാം, ഇവർക്ക് റിയാക്ട് ചെയ്യാം, അവരെ ഫാമിലിയെ ചോദ്യം ചെയ്യാം. ആ താത്ത ചെയ്തത് തെറ്റാണെന്ന് പറയാം, പണം കിട്ടിയ ഭർത്താവിനെ ഒഴിവാക്കി എന്ന് പറയാം, മക്കളെ കെട്ടിയവൻ്റെ കൂടെ പറഞ്ഞു വിട്ടെന്ന് പറയാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മക്കളെ ഭർത്താക്കന്മാരെ കൂടെ വിടാൻ പാടില്ല എന്നുള്ള തെറ്റായ മെസ്സേജുകൾ കൊടുക്കാം. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പകരം നിങ്ങൾ ചെയ്യുന്ന എന്ന് വെച്ചാൽ താത്ത ചെയ്യുന്ന വീഡിയോസിന് കമൻറ്റ് ഇടാൻ പാടില്ല. താത്തായുടെ ലൈഫിലുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല. താത്താക്ക് മെസ്സേജ് എന്നാൽ തെറ്റായ മെസ്സേജുകൾ പറഞ്ഞു വിടാം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാത്ത ടീംസ് ഇഷ്ടമോ എന്തായാലും ഇടയ്ക്കൊക്കെ കെട്ടിയവൻ്റെ ബഹുമാനം മാറിക്കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ബഹുമാനം മാറുന്ന ചില സമയങ്ങളുണ്ടല്ലോ, ആ സമയങ്ങളിലൊന്ന് ഉപദേശിച്ചു കൊടുക്കണമെങ്കിൽ നല്ല കാര്യമാണ്. ഇത്രമാത്രം ഞാൻ പറയാനുള്ളൂ. ഓക്കെ, ബൈ.